ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു എരുന്ത് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കക്ക റോസ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. കക്കയും അതുപോലെ തന്നെ എരുന്തും വേറെ വേറെയാണ്. നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് കടലിലെ എരുന്താണ്. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് 2 സവാള, ഒരു ചെറിയ തക്കാളി, ഒരു 3 പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. നമ്മൾ കക്ക റോസ്റ്റിക്ക് എടുത്ത സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. നമ്മളിവിടെ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ തക്കാളിയും സവാളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായി തന്നെ വീണ്ടും നന്നായി മൂപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് ഒരു നുള്ള് ഉപ്പിടണം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മളിതിൽ വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. നമ്മൾ കക്ക റോസ്റ്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിക്കരുത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കണില്ല. അങ്ങനെ ഇത് മൂത്ത് വരുമ്പോൾ നമ്മൾ കായം പുരട്ടി വെച്ചിട്ടുള്ള എരുന്ത് ഇതിലിടണം. ഇവിടെ മസാല ആയിട്ട് നമ്മൾ എടുത്തുള്ളത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ള് ഗരം മസാലയാണ്. അധികം മസാല ഒന്നും നമ്മളിതിൽ ഇടില്ല, കാരണം അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ നമ്മൾ എല്ലാതും കുറച്ചേച്ച് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അതിട്ട് നന്നായി തന്നെ ഇളക്കിയെടുക്കണം. എരിവ് കുറച്ച് കുറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടി മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം ഇവിടെ എല്ലാവരും എരിവിൻ്റെ ആൾക്കാരാണ്. ശേഷം നന്നായി ഇളക്കി അടച്ച് വെക്കണം. അത് അങ്ങനെ ഈ ഒരു ഭാഗമാകുമ്പോൾ നമുക്കത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. അങ്ങനെ നമ്മുടെ എരുന്ത് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ ചോറിൻ്റെ ഒപ്പമാണ് കഴിച്ചുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ ഒപ്പം കഴിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചിലരിത് പൊറോട്ടയ്ക്കും അതുപോലെ ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ കഴിക്കും. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ചോറിൻ്റെ ഒപ്പം കഴിക്കാനാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്